നമ്മൾ എത്ര ശ്രമിച്ചാലും ഈ ബ്ലഡ് കിട്ടാൻ പാടാ. കിട്ടിയാലും ഈ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ എങ്ങനെ ഇവിടെ എത്തിക്കും? ബ്ലഡ് ഗ്രൂപ്പ് റെഡി ആയി കഴിഞ്ഞാൽ ഗ്രീൻ ചാനലിലൂടെ കഴിവതും വേഗം ഇവിടെ എത്തിക്കാൻ ഉടനെ തന്നെ പോലീസിൽ പറഞ്ഞ് ഏർപ്പാടാക്കണം. അച്ഛന് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പരിചയമുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ. ആ, അത് ശരിയാ. മഹി, ഞാൻ തന്ന സമയം ഏതാണ്ട് തീരാറായി. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് അപകടമാണ്. സോറി, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി. ഈ അവസ്ഥയിൽ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. ആലോചിച്ച് തീരുമാനമെടുത്താൽ മതി. പേഷ്യന്റിന് ഇനി അധിക സമയമില്ല. ഓർഗൻസ് വല്ലതും ഡൊണേറ്റ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ ഫോർമാലിറ്റീസ് വേറെയുണ്ട്. നിങ്ങൾ സൈൻ ചെയ്ത് തന്നാൽ മതി. ബാക്കി വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം. സിസ്റ്റർ, ഇല്ല, ഇതിന് ഞാൻ ഒപ്പിടില്ല. എന്തു വില കൊടുത്ത് ഞാൻ ചിന്നുവിനെ രക്ഷിക്കും. മഹി, ഇതൊരു ഹോസ്പിറ്റലാണ്. നിന്റെ മനസ്സിന് നിയന്ത്രണം നീ കൈവിടരുത്. നമ്മൾ എത്ര ശ്രമിച്ചാലും വിധി എന്നൊന്നുണ്ടല്ലോ. ഇല്ല, എല്ലാം വിധിക്ക് കൈവിട്ടു കൊടുത്ത് ഞാൻ കൈ കെട്ടി നോക്കി നിൽക്കില്ല. അവസാന നിമിഷം വരെ എന്റെ ചിന്നുവിന്റെ ജീവന് വേണ്ടി ഞാൻ പോരാടും. എന്റെ ദൈവം എന്നെ കൈവിടില്ല. ചിന്നു രക്ഷപ്പെടും, അവളെ ജീവിക്കും. അങ്ങനെ മരണപ്പെടാൻ ഞാൻ അവളെ അനുവദിക്കില്ല. ഹലോ ഹലോ, മഹേഷ് അല്ലേ? ആ അതെ. ഞാൻ ടിവിയിലെ സ്ക്രോളിംഗ് കണ്ടിട്ട് താങ്കളെ വിളിച്ചതാ. എന്റെയും അതേ ബ്ലഡ് ഗ്രൂപ്പാണ്, ബോംബെ ബ്ലഡ് ഗ്രൂപ്പ്. സാറിൻ്റെത് ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണോ? അതെ, ഞാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറാണ്. സാറിപ്പോ എവിടെയുള്ള? ഞാൻ കൊല്ലത്താ. കൊല്ലത്തോ? സാറിന്റെ അഡ്രസ് എനിക്കൊന്ന് അയച്ചു തരാൻ പറ്റുമോ? ആ, അയക്കാലോ. ഗ്രീൻ ചാനൽ വഴി ബ്ലഡ് ഞങ്ങൾ എത്രയും വേഗം ഇവിടെ എത്തിച്ചോളാം. ശരി സാർ, ഞാൻ എന്റെ അഡ്രസ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചേക്കാം. ഒന്ന് വേഗം അയക്കൂ സാർ, പ്ലീസ്. ആ, ഇപ്പൊ അയച്ചേക്കാം. ചന്ദ്രാമേ, അച്ഛാ, നമുക്ക് ഭാഗ്യമുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച ബ്ലഡ് കിട്ടി.